പേര് സൂചിപ്പിച്ചു മനോജ് മാധവൻ. ബേസിക്കലി ഞാൻ കൊല്ലം സ്വദേശിയാണ്, തിരുവനന്തപുരത്ത് താമസിക്കുന്നു. എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം ഈ ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാ ആൾക്കാരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ഇന്റർസിവ ഹെൽത്ത് സയൻസസ് എന്ന കമ്പനിയുടെ 20 സിറ്റി ടൂറിന്റെ ഭാഗമായിട്ടുള്ള കേരള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണ്. സോ എന്താണ് ഈ കമ്പനി ഇൻഡസ്വിവ? ഈ കമ്പനിയിലേക്ക് നിങ്ങൾ എന്തുകൊണ്ട് വരണം? എന്താണ് ഇതിന്റെ സാധ്യതകൾ? ഈ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. ഇൻഡസ്വിവ എന്നുള്ളത് രണ്ട് ലോകത്തിനെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യവസായങ്ങൾ കൂടെ ചേർന്ന ഒരു വ്യവസായമാണ്, ഒരു ബിസിനസ്സാണ്. ലോകത്തിനെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യവസായങ്ങൾ കൂടി ചേർന്ന ഒരു വ്യവസായമാണ് ഇൻഡസ്വിവ എന്ന് പറയുന്ന ഈ കമ്പനി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എന്താണ് ആദ്യത്തെ വ്യവസായം? അത് മറ്റൊന്നുമല്ല, ഇറ്റ് ഈസ് വെൽനസ് ഇൻഡസ്ട്രി. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്ന ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. അടുത്ത 50 വർഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഏറ്റവും കൂടുതൽ എത്തപ്പെടാൻ പോകുന്ന ഇൻഡസ്ട്രിയാണ് വെൽനസ് ഇൻഡസ്ട്രി. അതാണ് ഈ കമ്പനി പ്രദാനം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി. ചെറിയൊരു കണക്ക് പറഞ്ഞു തരാം. ഇന്ത്യയിൽ തന്നെ 2025 ആവുമ്പോൾ 1,50,000 കോടി രൂപയുടെ ആനുവൽ ടേൺ ഓവർ ഉണ്ടാവും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അത്രയും വലിയൊരു ഇൻഡസ്ട്രിയാണ് ഒരു ഇൻഡസ്ട്രി. രണ്ടാമത്തെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നൺ അതർ ദാൻ ഡയറക്ട് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ കോടാനുകോടി ജനങ്ങളുടെ, വിശേഷിച്ചും യുവജനങ്ങളുടെ തലവരെ മാറ്റാൻ പോകുന്ന ഒരു വ്യവസായം. ദാറ്റ് ഈസ് എല്ലാ എക്കണോമിക് എക്സ്പേർട്സും ഐകകണ്ഠേന പറയുന്ന ഒരു വാക്കാണ്. അടുത്ത 20 വർഷം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരേ ഒരു വ്യവസായമേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, അത് ഡയറക്ട് മാർക്കറ്റിംഗ് വ്യവസായമാണ്. ആ വ്യവസായമാണ് ഈ കമ്പനി പ്രദാനം ചെയ്യുന്ന രണ്ടാമത്തെ വ്യവസായം. അങ്ങനെ വെൽനസ് ഇൻഡസ്ട്രിയും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ഒരു ബിസിനസ് ആണ് ഇൻഡസ്വിവ ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്ന ഈ കമ്പനി നിങ്ങളുടെ ഫ്രണ്ടിൽ അവതരിപ്പിക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് വെറും 13,800 കോടി രൂപ മാത്രമാണ് ഡയറക്ട് ഇൻഡസ്ട്രിയുടെ ഇന്ത്യയിലെ ടേൺ ഓവർ. 2025 എത്തുമ്പോൾ ഏകദേശം 64,500 കോടി രൂപയാണ് അതിന്റെ ടേൺ ഓവർ പ്രതീക്ഷിക്കുന്നത്. 64,500 കോടി രൂപ. ഇന്ന് ഏകദേശം 60 ലക്ഷത്തിൽ താഴെ ആൾക്കാർ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യവസായം 2025, അതായത് 5 വർഷത്തിനകത്ത് ഏകദേശം ഇന്ത്യയിലെ 1.8 crores 1.8 കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ പോകുന്ന ഒരു ബൃഹത്തായ വ്യവസായമാണ് ഡയറക്ട് മാർക്കറ്റിംഗ് വ്യവസായം. ഇതാണ് ഈ കമ്പനി പ്രദാനം ചെയ്യുന്ന രണ്ടാമത്തെ ഇൻഡസ്ട്രി. സോ ഈ രണ്ട് ഇൻഡസ്ട്രിയുടെ സാധ്യതകളാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ബി ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഇന്ന് ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ അതിന് ഏറ്റവും 70 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലെവലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ഒരു വരുമാന മാർഗം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഇവിടുത്തെ വമ്പൻ കമ്പനികൾ തകർച്ചയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ഇവിടുത്തെ യുവാക്കളായിട്ടുള്ള തൊഴിൽ ദേഹികൾക്ക് എന്താണ് ഒരു സാധ്യത എന്ന് നോക്കുമ്പോൾ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് ഡയറക്ട് മാർക്കറ്റിംഗ്. അവിടെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമാണ് ഇൻഡസ്വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇൻഡസ്വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ന് ഈ ഇൻഡസ്ട്രി പ്രദാനം ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കമ്പനിയാണ് ഇൻഡസ്വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരാണ്. ഈ പ്രസ്ഥാനം സ്ഥാപിതമായത് 2014 5 വർഷത്തിനിപ്പുറം ഇന്ത്യയിൽ സ്വന്തമായി ഡയറക്ട് മാർക്കറ്റിംഗ് രംഗത്ത് ഒരു ഇരിപ്പിടം കണ്ടെത്തിയ ഒരു കമ്പനിയാണ് ഇൻഡസ്വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, ഈ കമ്പനിയുടെ പേരന്റ് കമ്പനി എന്ന് പറയുന്നത് കമ്പനി ജപ്പാനീസ് ബേസ്ഡ് ആണ്. നമ്മുടെ പേരന്റ് കമ്പനി ജപ്പാനീസ് ബേസ്ഡ് ആണ്. നമ്മൾ ജപ്പാനിൽ നിന്നാണ് നമ്മുടെ പേരന്റ് കമ്പനിയുടെ ആസ്ഥാനം ജപ്പാനാണ്, നാഗസാക്കി. ഓക്കെ, അപ്പം ബയോ ആക്റ്റീവ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മളുടെ പേരന്റ് കമ്പനി. ഇൻഡസ്വിവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 5 വർഷത്തെ പ്രവർത്തന ഫലമായിട്ട്
നമ്മളുടെ ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് ഓൺ ബിൽഡിങ്ങിലാണ്, ഓൺ ടവറിലാണ് നമ്മുടെ ഹെസോൾട്ട് ഹാവൽസ് പ്രവർത്തിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതൊരു ചെറിയ ഒരു അച്ചീവ്മെന്റ് അല്ല. കാരണം ഒരു പക്ഷേ വലിയ വലിയ കമ്പനികൾ, ഇൻഫോസിസ് പോലെയുള്ള വമ്പൻ കമ്പനികൾ പോലും അവരുടെ പ്രവർത്തനം തുടങ്ങി 5 വർഷത്തിനിടയ്ക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ടവറിലേക്ക് മാറാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് വെറും 5 വർഷത്തെ പ്രവർത്തനം ഫലമായിട്ട് ഡയറക്ട് രംഗത്ത്, മാർക്കറ്റിംഗ് രംഗത്ത് നിൽക്കുന്ന ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഓൺ ടവറിലാണ് അവരുടെ ബിസിനസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ പ്രോഡക്റ്റുകളെല്ലാം നമ്മളുടെ ഫാക്ടറിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളാണ്. നമ്മളുടെ മാത്രം പ്രോഡക്റ്റുകൾ, നമ്മുടെ മാത്രം ആറാണ്ടിയിൽ നമ്മളുടെ മാത്രം ടോപ്പ് സയന്റിസ്റ്റുകൾ ഉണ്ടാക്കി തരുന്ന പ്രോഡക്റ്റുകൾ മാത്രമേ ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ജനങ്ങളുടെ ഫ്രണ്ടിൽ എത്തിക്കൂ. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ആദ്യമായി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വ്യവസായത്തിന് ഗവൺമെന്റ് ഒരു ലൈസൻസ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതില് ആദ്യമായി ലൈസൻസ് കിട്ടിയ കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫ്രണ്ട്സ്, അതാണ് ഈ കമ്പനിയുടെ മൂന്നാമത്തെ പ്രത്യേകത. 2017 ഇന്ത്യസ് ബെസ്റ്റ് കമ്പനി അവാർഡ് കിട്ടിയ കമ്പനി, ലോകത്തിലെ ഏറ്റവും മികച്ച ISO സർട്ടിഫിക്കേഷൻ ഏജൻസിയായ സിസ്കാർട്ടിന്റെ ISO സർട്ടിഫിക്കേഷനുള്ള കമ്പനി, ഫിക്കിയുടെ പ്രസ്റ്റീജിയസ് മെമ്പർ, സാപ്പ് എനേബിൾഡ് സോഫ്റ്റ്വെയർ ആണ് നമ്മളുടെ ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത. അതിനൊക്കെ ഉപരിയായിട്ട് KPMG എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ 4 ഓഡിറ്റിംഗ് ഫേംസിലെ ഒന്നായിട്ടുള്ള KPMG ആണ് ഇൻഡസ് വിവയുടെ ഓഡിറ്റേഴ്സ്. വേൾഡ് ബാങ്കിന്റെ ഓഡിറ്റേഴ്സ് KPMG ആണ്. ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട പല കമ്പനികളുടെയും ഓഡിറ്റേഴ്സ് KPMG ആണ്. ആ KPMG ആണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മളുടെ കമ്പനിയുടെ ഓഡിറ്റേഴ്സ്. ഇതാണ് ഇൻഡസ് വിവയെ പറ്റിയിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഏകദേശം 3000-ലധികം സാധാരണക്കാരായ ജനങ്ങളെ വിദേശ രാജ്യങ്ങളിൽ അവരുടെ ഫാമിലിയോട് കൂടിയിട്ട് അവരെ പങ്കെടുപ്പിക്കാൻ അവസരം കൊടുത്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം ഈ കമ്പനിയുടെ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാ വെച്ചാൽ നമ്മളുടെ പേരന്റ് കമ്പനിയെ പറ്റി 2 വാക്ക്. ഏറ്റവും ജപ്പാനിലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയാണ് നമ്മളുടെ പേരന്റ് കമ്പനിയായ ബയോ ആക്റ്റീവ്സ്. അവരുടെ ക്ലയന്റുകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഫോർച്യൂൺ 500 ലിസ്റ്റിൽപ്പെട്ട ക്ലയന്റുകളാണ് നമ്മളുടെ കമ്പനിയുടെ ക്ലയന്റുകൾ. 2006 ഒരു ഇന്ത്യക്കാരനാൽ സ്ഥാപിതമായ കമ്പനി, ലോകത്തിലെ ഏറ്റവും മികച്ച R&D ഉള്ള കമ്പനി. ഇന്ന് ഇന്ത്യയിൽ മാത്രം ഏകദേശം 500 മെട്രിക് ടൺ ഇൻസ്റ്റൽഡ് കപ്പാസിറ്റി ഉള്ള പ്ലാന്റുകളുള്ള കമ്പനി. സ്വന്തം കയ്യിലുള്ള പ്രോഡക്റ്റുകളെല്ലാം പേറ്റന്റഡ് ആയിട്ടുള്ള കമ്പനി. ഏകദേശം ഇന്ത്യയിൽ 22,000 ഏക്കർ ഓർഗാനിക് ഫാമിംഗ് നടത്തുന്ന കമ്പനികളിൽ ഒന്ന്. ഇന്ത്യയിൽ മാത്രം 22,000 ഏക്കർ ഓർഗാനിക് ഫാമിംഗ് നടത്തുന്ന കമ്പനി. ലോകത്തിലെ മുൻനിര 14 രാജ്യങ്ങളിൽ ബിസിനസ് ഉള്ള കമ്പനി. ഇതാണ് ബയോ ആക്റ്റീവ്സ്. ആ കമ്പനിയുടെ ഇന്ത്യൻ സബ്സിഡറിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേരന്റ് കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ആ കമ്പനിയുടെ പേരന്റ് സബ്സിഡറി കമ്പനിയാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ്. സുഹൃത്തുക്കളെ, ഇത്രയും പ്രൊഫൈലുള്ള ഒരു കമ്പനിയാണ് ഇൻഡസ് വിവ. എന്താണ് ഇൻഡസ് വിവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ പ്രവർത്തന ഫലമായിട്ട് ഇന്ന് 3 രാജ്യങ്ങളിൽ കമ്പനി എത്തപ്പെട്ടു. ഇന്ത്യ, നേപ്പാൾ ആൻഡ് US. ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ള മാർക്കറ്റ് ആയിട്ടുള്ള US സ്റ്റാർട്ട് ചെയ്യാൻ ധൈര്യം കാണിച്ച അപൂർവം ഇന്ത്യൻ കമ്പനികളിൽ ഒന്നാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കാരണം അമേരിക്കയാണ് ലോകത്തിലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ തലസ്ഥാനം. ആ തലസ്ഥാനത്ത് പോയിട്ട് പുലിമടയിൽ വെല്ലുവിളിച്ച അപൂർവം കമ്പനികളിൽ ഒന്നാണ് ഇൻഡസ് വിവ ഹെൽത്ത് സയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഫ്രണ്ട്സ്, എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു വൻ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണ് മടച്ചുകൊണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അവസരമാണ് ഇൻഡസ് വിവ. ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. ഈ ഉപയോഗിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കാണ്. മാത്രമല്ല, ഞാൻ ഇൻഡസ് വിവയെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇന്ന് ജനങ്ങൾ പല ആൾക്കാരും ഇന്ത്യയെ പറ്റി ചിന്തിക്കുമ്പോൾ പുറത്തെ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യ എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് മഹാത്മാഗാന്ധിജിയോ അല്ലെങ്കിൽ താജ്മഹാളോ അല്ലെങ്കിൽ ബംഗാൾ കടുവകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത 10 വർഷം കഴിയുമ്പോ ഇന്ത്യ എന്ന് കേൾക്കുമ്പോ ആൾക്കാരുടെ മനസ്സിലേക്ക്, ലോക ജനസംഖ്യയുടെ മനസ്സിലേക്ക് വരുന്നത് ഇൻഡസ് വിവ ആയിരിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻഡസ് വിവ ആയിരിക്കും. സോ
നിങ്ങൾ എന്ന് തന്നെ തീരുമാനമെടുത്തുകൊണ്ട് ഈ കമ്പനിയുടെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടാവും. അങ്ങനെ ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് വിവാ. താങ്ക് യു.